വേടന്റെ പാട്ട് പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തി കാലിക്കറ്റ് സർവകലാശാല. BA മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് പാട്ട് ഉൾപ്പെടുത്തിയത്. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോഴത്തെ വേടന്റെ പാട്ട് പാഠപുസ്തകത്തിൽ ചേർത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ BA മലയാളം 4ാം സെമസ്റ്ററിലാണ് ഇപ്പോൾ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ പാട്ടെന്ന് പറയുന്നത് ഈ മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടും അതുപോലെ തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഈ പാട്ട്, ഈ രണ്ട് പാട്ടും തമ്മിലുള്ള രണ്ടും റാപ്പ് സോങ്ങുകളാണ്. ഈ രണ്ട് റാപ്പ് സോങ്ങുകൾ തമ്മിലൊരു താരതമ്യ പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാളം റാപ്പ് സംഗീതവും ഇത് തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തുന്നു. അതോടൊപ്പം തന്നെ കലാപഠനം, സംസ്കാര പഠനം, ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് എന്ന രീതിയാണ് ഈ രണ്ട് പാട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ട് 1990കളിൽ ഇറങ്ങിയ ഒരു പാട്ടാണ്. അതിൽ ഈ ജൂതവിരുദ്ധ ആരോപണങ്ങളെയൊക്കെ എതിർത്തുകൊണ്ടും എന്ന രൂപത്തിലാണ് മൈക്കിൾ ജാക്സൺ തന്റെ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ദ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന് പറയുന്ന ആ പാട്ട്, റാപ്പ് പാട്ടുള്ളത്. അതുപോലെ തന്നെ വേടന്റെ ഈ പാട്ടാണെങ്കിൽ അതിൽ ഈ യുദ്ധം മൂലമുണ്ടായ പലായനവും യുദ്ധം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ സൂചിപ്പിച്ചു പോകുന്ന വരികളാണ് ഈ വേടന്റെ പാട്ടിലുമുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ളൊരു താരതമ്യ പഠനം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് വീഡിയോ ലിങ്കുകളായിട്ടാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 4ാം സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ വൻ സ്വീകാര്യത ഈ പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു പാട്ട് ഉൾപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ പുതിയ പാട്ടുകളും അതുപോലെ തന്നെ വേടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാട്ടുകളൊക്കെ കുട്ടികൾ പഠിക്കണം എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം സജീവവുമാണ്.